നമസ്കാരം. ജീവിതത്തിൽ വിജയം നേടുവാൻ ഏറ്റവും വലിയ മാർഗമെന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. ഒരു മനുഷ്യൻ്റെ ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ ആരോഗ്യപരമായ ഒരു സൃഷ്ടിയാണ് വിദ്യാഭ്യാസം എന്ന മഹത്തായ വചനം പോലെ. സ്വദേശത്തും വിദേശത്തും ജീവിത വിജയം നേടുവാൻ, മികച്ച നിലവാരത്തിൽ ജീവിക്കുവാൻ കഴിയുന്ന പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിപ്പിക്കുന്ന കേരളത്തിലേറെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ലൈവ് ടിയുടെ എൻ്റയർ മീഡിയ ടീം ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ ഇന്ന് പരിചയപ്പെടുന്ന ഈ സ്ഥാപനത്തിൻ്റെ പേര് അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ പേരാണ് ഭാരത് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ആൻഡ് കോളേജ് ഫോർ പാരാമെഡിക്കൽ സയൻസ്, ആണ്ടൂർ, മരങ്ങാട്ടുപള്ളി, പാല. ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഇവിടെയുണ്ട്. സുസജ്ജമായ പ്രാക്ടിക്കൽ ലാബുകൾ, അതേപോലെ തന്നെ കഴിവുള്ള ഒരുപിടി അധ്യാപകരുടെ സേവനം, മികച്ച മാനേജ്മെൻറ്റ്, ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഇവിടുത്തെ കോഴ്സുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കമാൺ. Hello, now you are in Bharat College of Paramedical Science. അനേകായിരം വിദ്യാർത്ഥികൾക്ക് ജീവിത പാത തുറന്നു കൊടുത്ത് അവരുടെ ജീവിതം കരുപ്പിടിപ്പിച്ച ഭാരത് കോളേജ് ഫോർ പാരാമെഡിക്കൽ സയൻസിൻ്റെ MD-യും പ്രിൻസിപ്പളുമായ ബഹുമാന്യനായ രാജ്മോഹൻ നായർ മുണ്ടാമറ്റമാണ് എന്നോടൊപ്പം ഉള്ളത്. സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശരിക്കും ഇതൊരു എഡ്യൂക്കേഷണൽ ട്രസ്റ്റാണ് അല്ലേ സാർ? അതെ. എത്ര വർഷമാണ് നമ്മൾ ഈ സ്ഥാപനം ഇപ്പോൾ തുടങ്ങിയിട്ട്, ഈ എഡ്യൂക്കേഷൻ സ്ഥാപനം തുടങ്ങിയിട്ട്? ഞങ്ങളുടെ സ്ഥാപനം തുടങ്ങിയിട്ട് 54 വർഷമായി. 1971 ആരംഭിച്ച സ്ഥാപനമാണ്. പിന്നെ പടിപടിയായി ഓരോ ബ്രാഞ്ചുകൾ വീതം ഓരോ 4-5 വർഷം കഴിയുന്തോറും ഓരോ പ്രത്യേക ഡിവിഷൻ തുടങ്ങിയാണ് ഇന്നത്തെ അവസ്ഥയിലെത്തിയത്. ഇപ്പോൾ കേരളത്തിൽ 54 വർഷം പഴക്കമുള്ള പാരാമെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങളുടേത് മാത്രമാണ്. അതേപോലെ നമുക്ക് ഏതൊക്കെ പ്രധാനപ്പെട്ട കോഴ്സുകളാണ് സാർ ഇവിടെ ഉള്ളത്? പാരാമെഡിക്കൽ രംഗത്ത് പണ്ടൊക്കെ ആണെങ്കിൽ ലബോറട്ടറി ടെക്നോളജി, എക്സ്റേ ടെക്നോളജി, നഴ്സിംഗ്, ഡോക്ടർ അവിടെ കൊണ്ട് ഒതുങ്ങുന്ന അവസ്ഥയായിരുന്നു. ഇന്ന് ആ രംഗത്ത് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഏതാണ്ട് 20ഓളം പാരാമെഡിക്കൽ കോഴ്സുകൾ നിലവിലുണ്ട്. അങ്ങനെ 20 പാരാമെഡിക്കൽ കോഴ്സുകളുണ്ടെങ്കിലും അതെല്ലാം ഒന്നും നടത്തുന്ന സ്ഥാപനമല്ല ഞങ്ങളുടേത്. എങ്കിലും ആ രംഗത്തെ ഏറ്റവും ശ്രദ്ധേയമായ 6 കോഴ്സുകൾ ഞങ്ങളിവിടെ നടത്തുന്നുണ്ട്. അതായത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, മെഡിക്കൽ റേഡിയോഗ്രാഫി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, കാർഡിയോവാസ്കുലർ ടെക്നോളജി തുടങ്ങിയ കോഴ്സുകളാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സുകൾ. അതോടൊപ്പം ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ഏറ്റവും ആവശ്യം വേണ്ട ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഇതൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ തിരഞ്ഞെടുത്ത് ഈ 6 ശ്രദ്ധേയമായ കോഴ്സുകളാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നടത്തി വരുന്നത്. ഈ കോഴ്സുകൾ പഠിക്കുന്നവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് സാർ? വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് പാസ്സായവർക്ക് ഡിപ്ലോമ കോഴ്സുകൾക്കും അതോടൊപ്പം തന്നെ +2 പാസ്സായവർക്ക് ഡിഗ്രി കോഴ്സുകൾക്കും പ്രവേശനം ലഭിക്കുന്നതാണ്.
നമുക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കോളേജിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠിക്കാവുന്ന കോഴ്സുകളുണ്ട്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലബോറട്ടറി ടെക്നോളജി ജോലി സാധ്യത ഏറ്റവും കൂടുതലുള്ളത് പെൺകുട്ടികൾക്കാണ്. അതിന് മുൻഗണന ലഭിക്കുന്നതും പെൺകുട്ടികൾക്കാണ്. എന്നാൽ റേഡിയോഗ്രാഫി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി എന്ന രംഗത്ത് ആൺകുട്ടികൾക്ക് ഏറ്റവും ജോലി സാധ്യതയുള്ള കോഴ്സാണത്. പ്രത്യേകിച്ച് ആ കോഴ്സിനുള്ളൊരു പ്രത്യേകത, പണ്ട് റേഡിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ എക്സ്റേ ടെക്നോളജി മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. അടുത്ത കാലത്ത് അതിന് വലിയ ഡെവലപ്മെൻറ്റ്സ് വന്നു. അതിൻ്റെ ഫലമായിട്ട് എക്സ്റേ ടെക്നോളജി, CT സ്കാനിങ്, MRI സ്കാനിങ്, പെറ്റ് സ്കാനിങ് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ റേഡിയോഗ്രാഫി എന്ന ആ ഒരൊറ്റ കോഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എക്സ്റേ ടെക്നീഷ്യനായിട്ടും CT സ്കാൻ ടെക്നീഷ്യനായിട്ടും MRI സ്കാൻ ടെക്നീഷ്യനായിട്ടും ജോലി ചെയ്യാം. അതോടൊപ്പം അവൻ അല്പം കൂടെ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ അവന് റേഡിയോ തെറാപ്പി ടെക്നീഷ്യനായിട്ടും വർക്ക് ചെയ്യാൻ പറ്റും. റേഡിയോ തെറാപ്പി ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ക്യാൻസർ എന്ന രോഗം ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സർവ്വസാധാരണമാണ്. മറ്റെന്ത് രോഗങ്ങളെക്കാൾ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ രോഗങ്ങൾ. അത് ക്യാൻസർ രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ചികിത്സയൊക്കെ ചെയ്യുന്നയാളാണ് റേഡിയോ തെറാപ്പിസ്റ്റ്. അപ്പോൾ റേഡിയോ തെറാപ്പി കൂടെ ഈ കോഴ്സിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ റേഡിയോഗ്രാഫി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി എന്ന കോഴ്സ് പാസ്സാകുന്ന ഒരു കുട്ടിക്ക് ഇത്രയും വിഭാഗങ്ങളിൽ ജോലി ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ അത് മിക്കവാറും ഡേയും നൈറ്റും ഒക്കെ വേണ്ടതാണ്. അതുകൊണ്ട് അതിന് മുൻഗണന എപ്പോഴും ഉള്ളത് ആൺകുട്ടികൾക്കാണ്. പിന്നെ പൊതുവെ അല്പം കൂടി ഡീപ്പായി അല്പം മേജർ മെഷീൻസൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ലബോറട്ടറി ടെക്നോളജി ആണെങ്കിൽ സിമ്പിളാണ്. പക്ഷേ റേഡിയോഗ്രാഫി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി മേജർ മെഷീൻസൊക്കെ ആയിട്ടാണ് അതിൻ്റെ പ്രവർത്തനം വരുന്നത്. അത് കൂടുതൽ ആപ്റ്റ് ആൺകുട്ടികൾക്കാണ്. അതുകൊണ്ട് ആൺകുട്ടികൾക്കാണ് ജോലി സാധ്യത കൂടുതലുള്ളത്. ഞങ്ങളുടെ കോളേജിലാണ് പഠിക്കുന്നതിൽ റേഡിയോഗ്രാഫി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി കോഴ്സ് പഠിക്കുന്നതിൽ, അതായത് ഒരു വർഷം റേഡിയോഗ്രാഫി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി കോഴ്സിൽ 40 കുട്ടികളോളം ഒരു ബാച്ചിലുണ്ട്. ആ 40-ൽ ഏതാണ്ട് 30-32 പേരും ആൺകുട്ടികളാണ്. ഏതാണ്ട് 7 പേര് മാത്രമേ പെൺകുട്ടികളുള്ളൂ. ബാക്കിയുള്ള കോഴ്സുകളൊക്കെ പെൺകുട്ടികൾക്കും, ബാക്കിയുള്ള കോഴ്സുകളിലൊക്കെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പറ്റും. പക്ഷെ എന്നാലും റേഡിയോളജി കൂടുതലും ആൺകുട്ടികൾക്കാണ്. മറ്റുള്ള കോഴ്സിലൊക്കെ മുൻഗണന എപ്പോഴും പെൺകുട്ടികൾക്കാണ് ജോലി സാധ്യതയുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ വേറെ എന്ത് കോഴ്സ് നോക്കിയാലും പാരാമെഡിക്കൽ കോഴ്സുകൾ 100% ജോലി സ്വദേശത്തും വിദേശത്തും ഒക്കെ ഉറപ്പാണ്. എവിടെ ലോകത്തിൽ എവിടെ ചെന്നാലും പാരാമെഡിക്കൽ കോഴ്സിന് ജോലി ഉറപ്പുള്ളതാണ്. ഇപ്പം ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഒരു വർഷം 150-200ഓളം കുട്ടികൾ പുറത്തിറങ്ങുന്നുണ്ട്. അങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയിട്ട് ആദ്യകാലങ്ങളിൽ അത്ര എണ്ണം ഇല്ലായിരുന്നുവെങ്കിലും ഈ 1971 തൊട്ട് ഈ 54 വർഷം വരെ ആയിട്ട് 10,000-കണക്കിന് കുട്ടികൾ ഞങ്ങളുടെ കോളേജിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒറ്റ കുട്ടി പോലും ഞങ്ങൾക്ക് ജോലി കിട്ടിയില്ലോ സാറേ, ഇവിടെ പഠിക്കാൻ വന്നു, ഞങ്ങൾ പഠിച്ചു, 2-3 വർഷം ചിലവഴിച്ചു, കുറേ പൈസ മുടക്കിയിട്ട് ഞങ്ങൾക്ക് ജോലിയൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരു കുട്ടി പോലും ഞങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ല. പിന്നെ അതോടൊപ്പം ഞങ്ങളുടെ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടികളിൽ ഒരു 25% വിദേശ രാജ്യങ്ങളിലാണ്. ബാക്കിയുള്ള ഏതാണ്ട് ഒരു 10-40% കേരളത്തിന് വെളിയിലാണ്. ബാക്കിയുള്ള ഒരു 10-30% നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ എവിടെയുള്ള ഏത് പ്രമുഖ ഹോസ്പിറ്റലുകളും ഞങ്ങളുടെ ഏതെങ്കിലും കോഴ്സ് പഠിച്ച കുട്ടിയുണ്ടെന്നുള്ളത് 100% അതാണ് ഇതിൻ്റെ ഒരു മുഖ്യമായ കാരണം. മറ്റ് പല സ്ഥാപനങ്ങളിൽ ചിലവ് കുറേ കാലം പ്രവർത്തിക്കും, ചിലത് നിർത്തിപ്പോവും. ചിലർക്ക് സ്ഥാപനം നടന്ന ആൾക്ക് വിദേശ ജോലി കിട്ടി അവരത് നിർത്തിപ്പോവും. അങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ട് സ്ഥാപനം നിലനിൽക്കണം എന്നില്ല. അപ്പം ഞങ്ങൾ 1971 തുടങ്ങിയിട്ട് അത് അന്ന് തൊട്ട് ഇന്ന് വരെയും ഓരോ 4-5 വർഷം കഴിയുന്തോറും ഞങ്ങളുടെ കോളേജിൽ ഓരോ ഡെവലപ്മെൻറ്റ്സ് എന്തെങ്കിലും ഞങ്ങൾ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഒന്നിനൊന്നിന് മെച്ചപ്പെടുത്തി ആണ് ഞങ്ങളത് കൊണ്ടുപോകുന്നത്.
അതേപോലെ നമ്മുടെ അഡ്മിഷൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് സാർ? എങ്ങനെയാണ് ടൈമൊക്കെ? പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ ജൂൺ 1 അഡ്മിഷൻ ആരംഭിക്കുന്നത്. ഇപ്പോൾ എല്ലാത്തിൻ്റെയും റിസൾട്ട് SLCയുടെയും +2ൻ്റെയും എല്ലാത്തിൻ്റെയും BHSCയും എല്ലാത്തിൻ്റെയും റിസൾട്ട് വന്നു കഴിഞ്ഞു. ജൂൺ 1 അഡ്മിഷൻ ആരംഭിക്കും. ജൂൺ ജൂലൈ ഈ 2 മാസങ്ങളിലായി അഡ്മിഷൻ നടക്കും, പൂർത്തിയാവും. ജൂൺ ജൂലൈ കഴിഞ്ഞിട്ട് മിക്കവാറും ഓഗസ്റ്റ് ആദ്യം അല്ലെങ്കിൽ ഓഗസ്റ്റ് പകുതിയാകുമ്പോൾ ക്ലാസ്സുകൾ ആരംഭിക്കും. ശരി. എന്നോട് രാവിലെ വന്നപ്പോൾ കുട്ടികൾ പറഞ്ഞത്, ഞാൻ പേഴ്സണലി അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, മികച്ച ഒരു മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പൾ ആണെങ്കിൽ അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ വർഷങ്ങളായി ഉള്ള പരിചയ സമ്പത്ത്, അതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് നേട്ടമാണ്. പിന്നെ ഫാക്കൽറ്റി ആണെങ്കിലും അവരൊരു ഫ്രണ്ട്ലി മൂഡാണ്, മാനേജ്മെൻ്റ് ആയാലും അധ്യാപകരായാലും. അതൊക്കെ എങ്ങനെ സാറിൻ്റെ ഈ പരിചയം വെച്ചാണോ സാധ്യമാകുന്നത്? ആക്ച്വലി ഞാൻ ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് എനിക്ക് 18 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അത് ശരി. 18 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത്. അന്ന് എൻ്റെ അടുത്ത് വരുന്ന കുട്ടികൾ എന്നേക്കാൾ പ്രായമുള്ളവരുണ്ട്, അതുപോലെ അധ്യാപകരാണെങ്കിലും എന്നേക്കാൾ പ്രായമുള്ളവർ. ഞാൻ അന്ന് തൊട്ട് എല്ലാവരോടും ഒരു ഫ്രണ്ട്ലി ഡീലിങ്ങിൽ പോകാനാണ് താല്പര്യപ്പെട്ടത്. കാരണം അതേ പറ്റുള്ളൂ. അതെ അതെ, അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് പോകുന്നത്. അതാണ് ഈ സ്ഥാപനത്തിൻ്റെ വിജയവും. തീർച്ചയായും അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും. ഒരിക്കലും ഒരു സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ എടുത്ത് എല്ലാവരെയും പേടിപ്പിക്കുക, കാണിക്കുക, അങ്ങനെയുള്ളൊരു രീതിയൊന്നും ഞങ്ങൾക്കൊരിക്കലും ഇല്ല. ഞങ്ങളുടെ സ്റ്റുഡൻസിനോടാണെങ്കിലും അധ്യാപകരോടാണെങ്കിലും എല്ലാവരും ഞങ്ങളൊരു ഫ്രണ്ട്ലി ഡീലിങ്സിലാണ് കൊണ്ടുപോകുന്നത്. ഒരു പരിധിവരെയും അത് ഒരു വിജയമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. നമുക്ക് സാറേ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഞങ്ങൾക്ക് ധാരാളം എന്ന് പറഞ്ഞാൽ കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, അതോടൊപ്പം കേരളത്തിലും തമിഴ്നാടിലും കർണാടകത്തിലും ആന്ധ്രാപ്രദേശിലുമുള്ള മിക്ക ഹോസ്പിറ്റലുമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ശരി. അവിടെയൊക്കെ ഞങ്ങളുടെ കുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട്, അവിടെയൊക്കെ ഞങ്ങളുടെ കുട്ടികൾ പ്രാക്ടീസിന് പോകുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഹോസ്പിറ്റലുകളിൽ പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങുമ്പോഴും പുതിയ വേക്കൻസി തരുമ്പോഴും ഞങ്ങളെ വിളിക്കും. അപ്പോൾ വേക്കൻ്റായിട്ട് ആര് നിൽക്കുന്നോ അവരെ പറഞ്ഞേക്കും. അതോടൊപ്പം നെറ്റിലൊക്കെ ഞങ്ങളുടെ കോളേജിനെക്കുറിച്ചും കോഴ്സിനെക്കുറിച്ചും ഒക്കെ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എവിടെ നിന്ന് ആർക്ക് നോക്കിയാലും ഈ കോളേജിൽ ഇന്ന കോഴ്സുകളുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് വിളിച്ച് ചോദിച്ചാൽ ജോലിക്കാരെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ലോകം മുഴുവൻ അറിയാം. അപ്പോൾ പലരും അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ വിളിക്കും, ഇത്ര പേരെ ഇന്ന ആളെ വേണമെന്ന് പറയും. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആരുണ്ടോ അവരെ പറഞ്ഞയക്കും. അപ്പോൾ ജോലി അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല. തന്നെയുമല്ല, ഞങ്ങളുടെ കോഴ്സ് പൂർത്തിയാക്കി കൂട്ടി കഴിഞ്ഞിട്ട് സാറേ ജോലി വാങ്ങിത്തരണം എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. കാരണം അവർക്ക് തന്നെ അത് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട്. ജോലി കിട്ടിയിരിക്കും. ജോലി കിട്ടിയിരിക്കും. പിന്നെ അപൂർവം ചിലർ മാത്രമേ, ചിലർക്ക് ചില സ്ഥലങ്ങളിലെ കാലാവസ്ഥ പിടിക്കുന്നില്ല, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലെ ആഹാരം പിടിക്കുന്നില്ല, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ പിന്നെ ഭാഷ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ഓരോ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവിടുന്ന് മാറിയേ കൊള്ളാം എന്നും പറഞ്ഞ് വരാറുണ്ട്. അതല്ലാണ്ട് ജോലി കിട്ടിയില്ല എന്നും പറഞ്ഞ് ഒരു കുട്ടിയും വരുന്നില്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, മറ്റെന്ത് രംഗത്തേക്കാൾ കൂടുതൽ ജോലി സാധ്യതയുള്ളത് മെഡിക്കൽ രംഗത്താണ്. അത് ഉറപ്പാണ്. മനുഷ്യൻ ദിവസം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ വർദ്ധിക്കുന്നതിനേക്കാൾ ഉപരിയായി രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ടെങ്ങും കേട്ടിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത പുതിയ പുതിയ രോഗങ്ങൾ, വൈറസ് രോഗങ്ങളും ബാക്ടീരിയ മൂലമുള്ള രോഗങ്ങളും, കാരണം കണ്ടുപിടിക്കാത്ത രോഗങ്ങൾ പോലും പലതും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ രോഗങ്ങൾ വർദ്ധിക്കും തോറും ആശുപത്രികൾ വർദ്ധിക്കും, ഡയഗ്നോസ്റ്റിക് സെൻ്ററുകൾ വർദ്ധിക്കും. അതെ. അപ്പം ഈ രംഗത്ത് ജോലി ഒരു പ്രശ്നമേ അല്ല. എത്ര പേരുണ്ടെങ്കിലും ജോലി കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇന്നിപ്പോൾ ജോലി ഈ രംഗത്ത് മികച്ചവരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതോടൊപ്പം ഇതിന് വേറൊരു പ്രത്യേകതയുള്ളത്, മറ്റ് രംഗങ്ങളിൽ പഠിച്ച് ഒരു ജോലി കിട്ടിയാൽ തന്നെ ആ ജോലിക്ക് ഒരു ശാശ്വത സ്ഥിരതയില്ല, സ്വഭാവമില്ല, സ്ഥിരതയില്ല. കുറേ കഴിയുമ്പോൾ അവനെ പറഞ്ഞു. അതെ, ഇവിടെയുള്ളൊരു പ്രത്യേകത, ഈ രംഗത്ത് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവൻ മര്യാദയ്ക്ക് നിൽക്കുന്നവനും സബ്ജക്റ്റ് അറിയാവുന്നവനുമാണെങ്കിൽ അവൻ്റെ ജോലിയുടെ കാലയളവ് എന്ന് പറയുന്നത് ഒരു ജീവിതകാലം മുഴുവനാണ്, ലൈഫ് ലോങ് ആണ്. അതായത് പ്രായം കൂടുന്തോറും, അനുഭവം കൂടുന്തോറും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് കൂടുന്തോറും
അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഹോസ്പിറ്റലുകാർക്ക് എപ്പോഴും വേണ്ടത്. ഇപ്പം ഞങ്ങൾക്കാണെങ്കിൽ 4 ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സ് ഞങ്ങളുടെ ഉടമസ്ഥ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പാലായിൽ ഭാരത് ഡയഗ്നോസ്റ്റിക് സെൻ്റർ ഉണ്ട്, തൊടുപുഴയിൽ ഭാരത് ഡയഗ്നോസ്റ്റിക് സെൻ്റർ ഉണ്ട്, അതോടൊപ്പം ചേർപ്പങ്കൽ ഒരു ഭാരത് മെഡിക്കൽ സെൻ്റർ ഉണ്ട്. ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർ 10, 15, 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അവരെ ഒന്നും അവർ പോകാതിരിക്കാൻ, അവരെ വിടാതിരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രദ്ധിക്കും. കാരണം അങ്ങനെയുള്ളവരെയാണ് നമുക്ക് ആവശ്യം. അപ്പം ഈ രംഗത്തുള്ള ഏറ്റവും വലിയൊരു ഗുണം അതാണ് ജോലി സ്ഥിരത. അത് ഇത്രയും ജോലി സ്ഥിരത മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിനും അവകാശപ്പെടാനില്ല. ഇപ്പോൾ ട്രാവൽ ആൻഡ് ടൂറിസം ജോലി കിട്ടും, IT മേഖല ജോലി കിട്ടും, ഇതിനൊന്നും ജോലി സ്ഥിരതയില്ല. കാരണം അവരുടെ ജീവിതത്തിൻ്റെ ഒരു കുട്ടിയുടെ ആൺകുട്ടിയാണെങ്കിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സുവർണകാലം 10 25 വയസ്സുള്ള ഒരു ആൺകുട്ടിക്ക് പെൺകുട്ടിക്ക് IT മേഖലയിലോ ട്രാവൽ ആൻഡ് ടൂറിസത്തിലോ ജോലി കിട്ടിയാൽ അവരെ അവിടെ നിലനിർത്തുന്നത് 5 10 വർഷമായിരിക്കും. ദെൻ അവരെ വിട്ടിട്ട് കുറേ കൂടെ പുതിയ കുട്ടികളെ അങ്ങോട്ട് അപ്പോയിൻ്റ് ചെയ്യും. പക്ഷേ ഇവിടെ അങ്ങനൊരു പ്രശ്നമേ ഇല്ല. ഇവിടെ വേണ്ടത് പ്രായം കൂടിയവരെയാണ് വേണ്ടത്, എക്സ്പീരിയൻസ് കൂടിയവരെയാണ് വേണ്ടത്, അനുഭവം കൂടിയവരെയാണ് വേണ്ടത്. അതുകൊണ്ട് ജോലിയുടെ കാലയളവ് എന്ന് പറയുന്നത് ഒരു ജീവിതകാലം മുഴുവനാണ്. ഇവിടെ ടെർമിനേഷൻ ഇല്ല, പെൻഷൻ അല്ലെങ്കിൽ റിട്ടയർമെൻ്റ് ഇല്ല, റിട്ടയർമെൻ്റ് ഇല്ല, പിരിച്ചുവിടലില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർ അവരെ പിടിച്ചു പറിച്ചാൽ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ഡോക്ടർമാരെ സമീപത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകാർ പിടിച്ചു പറിച്ചു കൊണ്ടുപോകാം. അതുപോലെ തന്നെയാണ് മറ്റു രംഗത്തുള്ളവർ. അപ്പം അങ്ങനെ റിട്ടയർമെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പിടിച്ചു പറിച്ചു കൊണ്ടുപോകും. കാരണം ഇതാണ് ഇതിൻ്റെ കാരണം. അവൻ്റെ എക്സ്പീരിയൻസാണ് ഏറ്റവും വലിയ മുതൽക്കൂട്ട്. അപ്പം ഈ പ്രത്യേകതകൾ ലഭ്യമാകുന്നത് മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ രംഗത്ത് മാത്രമാണ്. അതൊക്കെയാണ് ഇതിൻ്റെയുള്ള പ്രത്യേകതകൾ. ഇങ്ങനെയുള്ള പ്രത്യേകതകളുള്ളതുകൊണ്ട് യുവജനങ്ങൾക്ക് വിശ്വസിച്ച് ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക്, ഒരു ജോലി ജീവിതമാർഗമാകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ മേഖല പാരാമെഡിക്കൽ കോഴ്സുകളാണെന്ന് എനിക്ക് നമ്മുടെ യുവ സമൂഹത്തോട് ഉറപ്പ് പറയാൻ കഴിയും. അതോടൊപ്പം നമ്മുടെ കുട്ടികളുടെ രക്ഷകർത്താക്കൾക്ക് വാഗ്ദാനം കൊടുക്കാൻ കഴിയും. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിത്തം കഴിഞ്ഞാൽ ജോലി കിട്ടാത്തവർ ഞങ്ങളെ സമീപിച്ചാൽ മതി, അവർക്ക് ജോലി ഏർപ്പാടാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റും. ഇതൊക്കെയാണ് ഇതിനുള്ള പ്രത്യേകതകൾ. ഹായ്, എൻ്റെ പേര് പൂജ, ഇതെൻ്റെ ഫ്രണ്ട് അന്ന. ഞങ്ങളിവിടെ ഭാരത് പാരാമെഡിക്കൽ കോളേജിൽ BSc അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി സ്റ്റുഡൻസ് ആണ്. ഞങ്ങളിപ്പോൾ സെക്കൻഡ് ഇയർ ആണ്. നമ്മുടെ കോളേജിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സസാണ് ഇവിടെ. ഞങ്ങളുടെ കോഴ്സിനപ്പുറം തന്നെ വേറെ അനേകം കോഴ്സുകളും ഓപ്പർച്യൂണിറ്റീസും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ കോഴ്സസിനെ പറ്റി പറയുകയാണെങ്കിലും നല്ല സ്റ്റാൻഡേർഡുള്ള കോഴ്സസാണ്. അതുപോലെ എബ്രോഡിലേക്കൊക്കെ നോക്കുകയാണെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ നമ്മുടെ ഈ കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസിന് ഉണ്ട്. അതുപോലെ തന്നെ റേഡിയോളജി, ലാബ്, അനസ്തേഷ്യ, അതുപോലെ ഡയാലിസിസ്, അതുപോലെ അനേകം കോഴ്സുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ടീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിലും എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ടൈമിൽ തന്നെ ചോദിച്ചാൽ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ പ്രാക്ടിക്കലിനാണെങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ള പ്രാക്ടിക്കലും നമുക്കിവിടെ ലഭ്യമാണ്. നല്ല നമ്മുടെ ക്യാമ്പസിൻ്റെ അറ്റ്മോസ്ഫിയറിനെ പറ്റി പറയുകയാണെങ്കിലും നല്ല ക്വയറ്റ് ആയിട്ടുള്ളതാണ്. മനോഹരമായ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ്. അതുപോലെ പുറത്തുനിന്നുള്ള സൗണ്ടുകൾ അങ്ങനെയൊന്നുമില്ല. പഠിക്കാനാണെങ്കിലും നല്ല എളുപ്പമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ നമുക്ക് ലേഡീസ് ഹോസ്റ്റലുണ്ട്, ബോയ്സ് ഹോസ്റ്റലുണ്ട്. അവിടെ ആണെങ്കിലും നമ്മളെ നിയന്ത്രിക്കാനായിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ ഹോസ്റ്റൽ ഫുഡൊക്കെ ആണെങ്കിലും നല്ല ഫുഡാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഇവിടുത്തെ സ്റ്റുഡൻസിനെ പറ്റി പറയുകയാണെങ്കിലും എല്ലാവരും നല്ല അച്ചടക്കവും എല്ലാം കൊണ്ട് നമുക്കൊരു പെർഫെക്റ്റ് ആണ്. എന്തുകൊണ്ടൊരു നല്ലൊരു ആംബിയൻസ് ആണ് നമുക്കിവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പേരൻസ് ആണെങ്കിലും ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കുട്ടികളിവിടെ വിട്ടിട്ടുണ്ടെങ്കിൽ ഹോസ്റ്റലിലാണെങ്കിലും എല്ലാവരും സ്വന്തം കുട്ടികളെ പോലെയാണ് നമ്മളിവിടെ നോക്കുന്നത്. എൻ്റെ പേര് ലിസി മാനുവൽ. ഞാനിവിടെ HR മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ ഈ കോളേജ് 1971 മുതൽ പാലാ കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ കോളേജ് 2019 ആണ്ടൂർ ഷിഫ്റ്റ് ചെയ്യുന്നത്. കുട്ടികൾ പാരാമെഡിക്കൽ രംഗത്ത് ഒരു വർഷം ഏതാണ്ട് 200-ലധികം കുട്ടികൾ ഇവിടെ പഠിച്ച്
പാസ് ഔട്ടായി പുറത്തു പോകുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ പ്ലേസ്മെൻറ്റോടുകൂടി കുട്ടികളെ ജോലിക്ക് വേണ്ടി ഒരുക്കി പുറത്തേക്ക് വിടുകയാണ്. അതുപോലെ തന്നെ ഈ കോളേജിൻ്റെ ആരംഭകാലം മുതൽ എന്ന് പറഞ്ഞാൽ 1992 മുതൽ ഞാനിവിടെ HR മാനേജറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വളരെയധികം കുട്ടികൾ സ്വദേശത്തും വിദേശത്തുമായി വർക്ക് ചെയ്യുന്നു. പാരാമെഡിക്കൽ രംഗത്ത് ഏറ്റവും വേഗതയിൽ ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടി ഈ പാരാമെഡിക്കൽ കോഴ്സുകൾ സാധ്യമാകുന്നുണ്ട്. BSc, അതുപോലെ തന്നെ ഡിപ്ലോമ, അതുപോലെ MLT, RIT, OTH, ഇങ്ങനെ CSST വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കുട്ടികൾ കോഴ്സ് എടുക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിന് അല്ലെ കരിയറിന് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഒരു ജോലി സമ്പാദിക്കുന്നതിനും അതോടൊപ്പം ഏറ്റവും നല്ലൊരു സാലറിയോടുകൂടി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്നതിനും ഇവിടുത്തെ പഠനം പ്രയോജനപ്പെടുത്തുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓരോ വർഷവും 2 മാസത്തെ ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ട്രെയിനിങ്ങും അതോടൊപ്പം ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്ത് കുട്ടികൾ എത്രയും വേഗം പുറത്തു പോയി ജോലി സമ്പാദിക്കുന്നതിനായിട്ട് നമ്മളിവിടെ നിന്ന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രഗത്ഭരായ അധ്യാപകരാണ് നമുക്കിവിടെ ക്ലാസ് എടുക്കുന്നത്. സ്റ്റുഡൻസിൻ്റെയും അധ്യാപകരുടെയും ഒരു സഹകരണമാണ് ഈ കോളേജ് ഈ പാരാമെഡിക്കൽ രംഗത്ത് ഇത്രയും പ്രഗത്ഭമായിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നതിനും കുട്ടികളെ വളരെ പ്രഗത്ഭമായ രീതിയിൽ പുറത്തിറക്കുന്നതിനും സഹായകരമായിരിക്കുന്നത് എന്ന് എടുത്തു പറയാൻ സാധിക്കും. നമ്മുടെ കുട്ടികൾക്ക് വേണ്ട അക്കാഡമിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ട്രെയിനിങ്ങിനുള്ള സൗകര്യങ്ങൾ, മറ്റ് പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ഇവയൊക്കെയും കോളേജിലും കോളേജിന് പുറത്തുള്ള മറ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും ട്രെയിനിങ്ങിനുള്ള സൗകര്യവും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ നൂതന കാലഘട്ടത്തിൽ അല്ലെ അതിനൂതനമായ ഒരു കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ പ്രയാണത്തിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത പാരാമെഡിക്കൽ രംഗത്ത് തന്നെയാണ് എന്നെടുത്ത് പറയുവാൻ സാധിക്കും. അതുപോലെ തന്നെ പാരാമെഡിക്കൽ രംഗത്ത് വളരെ ഉയർന്ന ഒരു സാലറി കിട്ടുന്നതിനും ഈ കുട്ടികൾക്ക് സാധ്യമാകുന്നുണ്ട്. അതോടൊപ്പം പഠനത്തോടൊപ്പം കുട്ടികളുടെ സർവ്വതോന്മുഖമായ ഉന്നമനം ലക്ഷ്യം വെച്ചിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും അവയർനെസ് ക്ലാസ്സുകളും എല്ലാം ഇവിടെ നിന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ശരിക്കും അനുഭവമാണ് അറിവ് എന്ന് പറയുന്നത് പോലെ ഞാനിവിടെ ഇരുന്നപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നു. അദ്ദേഹത്തിൻ്റെ ആ അനുഭവം വെച്ച്, അദ്ദേഹത്തിൻ്റെ ആ പരിചയം വെച്ച്, പാരാമെഡിക്കൽ രംഗത്തെ അറിവുകൾ വെച്ച് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നമ്മൾ വളരെ സിമ്പിളായി ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന പോലെ പ്രിയപ്പെട്ട ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കായി പറയുകയുണ്ടായി. ഇനി തങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? വളരെ ഒന്ന് ചുരുങ്ങിയ വാക്ക്. ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഈ രംഗം വിട്ട് മാറ്റിട്ട് എങ്ങോട്ടും മാറാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. ഇനിയും മുന്നോട്ട് എത്ര കാലങ്ങൾ കഴിഞ്ഞാലും, എനിക്കിപ്പോൾ 72 വയസ്സ് പ്രായമായി, എന്നാലും എൻ്റെ കാലശേഷമാണെങ്കിലും സ്ഥാപനം എന്നേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടുപോകണം. അതുകൊണ്ട് എൻ്റെ മൂത്ത മകൻ ഇവിടെ തന്നെയുണ്ട്. എൻ്റെ മൂത്ത മകന് MSc MLT ഒക്കെ കഴിഞ്ഞിട്ട് അവൻ UK പോയി ഒരു 10 വർഷത്തോളം UK വർക്ക് ചെയ്യായിരുന്നു. അവനെ ഞാൻ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഇതാണ് നമ്മുടെ കാരണം എനിക്ക് ശേഷം ഇത് കൊണ്ടുപോകണ്ടേ. തീർച്ചയായും എനിക്ക് ശേഷം ഇത് നിർത്തിപ്പോകാന്നൊരു ഉദ്ദേശം, എനിക്ക് ശേഷം ഇതങ്ങോട്ട് വിറ്റേക്കാം എന്നൊരു ഉദ്ദേശമില്ല. എനിക്ക് ശേഷം ഞാൻ എങ്ങനെ നടത്തിയോ അതിനേക്കാൾ ഒരുപടി മെച്ചപ്പെട്ട രീതിയിൽ നടന്നു പോകണം. തീർച്ചയായിട്ടും അതാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ മൂത്ത മോനെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ എൻ്റെ രണ്ടാമത്തെ മോനാണെങ്കിൽ അവന് ഡോക്ടറാണ്, അവൻ മെഡിക്കൽ ഓങ്കോളജിസ്റ്റാണ്, ക്യാൻസർ സ്പെഷ്യലിസ്റ്റാണ്. അവൻ എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓങ്കോളജിസ്റ്റാണ്. കാലക്രമേണ കുറേ നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സൊക്കെ കുറേ കൂടെ മെച്ചപ്പെട്ട് കഴിയുമ്പോൾ ഇത് ഞങ്ങൾക്കിപ്പോൾ കോളേജ് മാത്രമേ ഉള്ളൂ. കോളേജ് കുറേ കൂടെ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ അവരൊക്കെ കൂടെ താല്പര്യപ്പെട്ടാൽ തരക്കേടില്ലാത്ത ഒരു ഹോസ്പിറ്റൽ വരെ എത്തിക്കണം എന്നുള്ള താല്പര്യങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതൊക്കെ പറ്റുമെന്നൊക്കെ ഞങ്ങൾ കണക്ക് കൂട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് കേരളത്തിലുള്ള എല്ലായിടത്തും ഞങ്ങൾക്ക് സ്റ്റുഡൻസ് ഉണ്ട്. കേരളത്തിലുള്ള എല്ലാ ജില്ലകളിൽ നിന്നും ഞങ്ങൾക്ക് സ്റ്റുഡൻസ് ഉണ്ട്. അതുമാത്രമല്ല ലക്ഷദ്വീപ്, ആൻഡമാൻസ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ഞങ്ങൾക്കിവിടെ സ്റ്റുഡൻസ് വന്ന് പഠിച്ചു പോയിട്ടുണ്ട്, ഇപ്പോഴും പഠിക്കുന്നുണ്ട്.
അതൊക്കെ എങ്ങനെയാണ് വരുന്നത് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. കേരളത്തിന് പുറത്തുനിന്ന് നമുക്ക് കുട്ടികൾ കേരളത്തിൽ വരാറുണ്ട്. ഞങ്ങൾക്ക് ലക്ഷദ്വീപിൽ നിന്ന്, അത് പക്ഷേ തമിഴ്നാട് ബന്ധം വെച്ചായിരിക്കും. ഈ ലക്ഷദ്വീപിലുള്ളവർ മുഴുവൻ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് പോയിട്ടുള്ളവരാണ്. അപ്പം അങ്ങനെയുള്ള ബന്ധങ്ങൾ വെച്ചായിരിക്കും. എങ്ങനെയാണോ ലക്ഷദ്വീപിൽ നിന്ന് കുറേ കുട്ടികൾ ഇവിടെ വന്ന് പഠിച്ചു പോയിട്ടുണ്ട്. ആൻഡമാൻസിൽ നിന്നും കുറേ കുട്ടികൾ പഠിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും ഒരു സന്തോഷമുള്ളൊരു ഘടകം തന്നെയാണത്. അപ്പം ഈ അറിവാകുന്ന അഗ്നി പകർന്നു നൽകുന്ന താങ്കൾക്ക് ഒരു പ്രത്യേക നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ജീവിത വിജയം നേടുവാൻ ഭാരത് കോളേജ് ഫോർ പാരാമെഡിക്കൽ സയൻസ് അതിൻ്റെ എല്ലാമായ രാജ്മോഹൻ നായർ സാറാണ് നമ്മളോട് വളരെ ഏറെ കാര്യങ്ങൾ പറഞ്ഞത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കത് മനസ്സിലായി കാണും. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു 150 സൂര്യചന്ദ്രന്മാരെ അത് താങ്കൾ കാണട്ടെ. കാര്യം താങ്കളെപ്പോലുള്ള ദൃഢനിശ്ചയമുള്ള ആളുകളാണ് ഞങ്ങൾക്ക് ആവശ്യം, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ആവശ്യം. നമ്മൾ മറ്റുള്ള കോഴ്സുകളിലേക്കൊക്കെ പോവാതെ പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കണമെങ്കിൽ നേരെ നമ്മുടെ ഭാരത് കോളേജിലേക്ക് എത്തുക. നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. താങ്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. മനോഹരമായ മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് എൻ്റെ മീഡിയ ടീമിനും പ്രിയപ്പെട്ട ക്യാമറാമാൻ രജോയ് പർവൂറിനൊപ്പം ഷിയാദ് ചങ്ങനാശ്ശേരി.